അപ്പോൾ മൂന്നാർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പോകാറുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഡ്രീം ലാൻഡ്. കാര്യം ഞങ്ങൾ ഒരുപാട് തവണ മൂന്നാർ വന്നിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോഴൊക്കെ ഞങ്ങളിവിടെ വരാറുണ്ട്. പക്ഷേ ഇത്തവണ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ബദ്രിക്കുട്ടൻ്റെ കൂടെ നമ്മൾ ആദ്യമായിട്ടാണ് മൂന്നാറിലേക്ക് പോകുന്നത്. അപ്പോൾ മൂന്നാറിൽ അവൻ്റെ കൂടെ നമ്മൾ ആദ്യമായിട്ട് ഡ്രീം ലാൻഡ് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. കാര്യം ഞങ്ങളെക്കാൾ കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ബദ്രിക്കുട്ടനാണ് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ വലിയ ആൾക്കാരെക്കാളും കൂടുതലായിട്ടും കുട്ടികൾക്കാണല്ലോ ഇവിടെ പോകാൻ ഇഷ്ടം. അപ്പം ഞാൻ പറയാം, മൂന്നാർ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒരുപാടായിട്ടുള്ള അഡ്വഞ്ചേഴ്സ് പാർക്കുകൾ അവിടെ കാണാം. പക്ഷേ ഡ്രീം ലാൻഡ് എനിക്ക് തോന്നുന്നു നമ്മൾ വേറെ സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഡ്രീം ലാൻഡ് ഒരു അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ 1100 ആണ് കേട്ടോ നമുക്ക് പെർ പേഴ്സൺ റേറ്റ് വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ട, നമുക്ക് 2 പേർക്കുമാണ് വരുന്നത്. പെർ പേഴ്സണാണ് 1100. അപ്പം നമ്മൾ ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എൻട്രൻസിലേക്ക് പോവാണ് കേട്ടോ. നമ്മളിതൊരു മഴ സമയത്ത് പോയതാണ് കേട്ടോ. പക്ഷേ എങ്കിലും നല്ല ആൾക്കാരാണ് കേട്ടോ നമ്മൾ കാണാൻ വേണ്ടി. മഴ സമയത്താണെങ്കിൽ കൂടി നല്ല ആൾക്കാരായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒത്തിരി ആൾക്കാരുണ്ടെങ്കിലല്ലേ നമുക്ക് കുറച്ചുകൂടി ഒരു എൻജോയ്മെൻറ്റ് വരും അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ എൻട്രൻസിലേക്ക് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ പ്രതീക്ഷിക്കാതെ അതിനകത്ത് ഇത്തവണ നമ്മൾ മൂന്നാറിലേക്ക് ഇറങ്ങിയത്. കാര്യം നാട്ടിൽ വരുന്ന സമയത്ത് എവിടെയെങ്കിലേക്ക് പോകാറുണ്ടെങ്കിലും മൂന്നാർ പ്ലാനിൽ ഉണ്ടായില്ല. പെട്ടെന്നാണ് ഒരു പ്ലാനിങ്ങിൽ വന്നതും മൂന്നാറിലേക്ക് പോകാമെന്ന് വിചാരിച്ചതും. മഴ ആയതുകൊണ്ട് തന്നെ ഒത്തിരി പേടി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ഫ്ലോപ്പൊന്നും ആയില്ല. നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ തണുപ്പ് ഇച്ചിരി കൂടുതലാണെന്ന് മാത്രം കേട്ടോ. അതുകൊണ്ട് തന്നെ ബദ്രിക്കുട്ടന് ചെറിയ ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയി കേട്ടോ. അപ്പോൾ നമ്മൾ എൻട്രൻസിൽ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് കയ്യിൽ ഒരു ബാൻഡൊക്കെ ഇട്ട് തരും കേട്ടോ. അങ്ങനെ ബാൻഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടതിന് ശേഷമാണ് ഓരോ റൈഡ്സിലേക്കും പോകുന്നത്. ഒരുപാട് വ്യത്യസ്തരായിട്ടുള്ള റൈഡ്സും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ നടന്ന് പോകുന്നത് നമ്മുടെ എന്താ പറയുക, ഈ ആടി ഉലയുന്ന പാലം എന്നൊക്കെ പറയില്ലേ, അതിലാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നത്. അവിടെ നിന്ന് എൻട്രൻസ് നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോന്നിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത് ഇതിൽ തന്നെ കേട്ടോ. അതിൽ തന്നെ ശരിക്കും ബദ്രി ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആൾക്ക് പേടിയുണ്ടായിരുന്നു, പക്ഷേ എങ്കിലും ആൾ ധൈര്യത്തോടെ കൂടി മുന്നോട്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ പോകുന്നതാണെങ്കിലും ഇന്നലെ വന്നിട്ട് പോയ പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത്തിരി എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം വന്നപ്പോഴത്തേക്കും അവിടെ ഒത്തിരി പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കുറച്ചും കൂടി ഒരു എന്തൊക്കെയോ ഒരു ചെറിയ ഇതൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പണികളൊക്കെ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കേട്ടോ. നമ്മൾ കുഞ്ഞു ഒരു ഇതിൽ ടോയ് ട്രെയിനൊക്കെ പോലെ തന്നെ ഒരു കുഞ്ഞ് സാധനം, എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ അതിൽ കയറിട്ട് വേണം നമ്മൾ മുകളിലേക്ക് പോകാൻ. ആദ്യം അവിടെയുള്ള കാഴ്ചകൾ കഴിഞ്ഞിട്ട് വേണം നമ്മൾ താഴത്തേക്ക് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മൾ. അപ്പം ആശാൻ അതിനിടയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അവൻ്റെ അടിപൊളി ഡാൻസും സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ അതിൽ വാരി വിതറുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ആ സാധനം ഭയങ്കര സ്ലോ ആണ് കേട്ടോ. സ്ലോലി വരത്തുള്ള കാര്യം കൺട്രോൾ, അതായത് നമ്മൾ നോർമലി ഓട്ടോമാറ്റിക് കൺട്രോൾ ആയതുകൊണ്ട് തന്നെ പതിയെയാണ് സാധനങ്ങൾ പോകുന്നത്. പക്ഷേ നമ്മൾ ഭയങ്കര രസമായിട്ടുള്ള കാര്യം ടീ എസ്റ്റേറ്റിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒരു കാഴ്ച അല്ലെങ്കിൽ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പതിയെ മൂന്ന് പേരും കൂടി മുകളിലോട്ട് പോയി കേട്ടോ. ഫസ്റ്റ് നമ്മൾ എത്തിയേക്കുന്നത് മിറർ ഹൗസ് കാണാൻ കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ളത് മിറർ ഹൗസാണ്. മിറർ ഹൗസ് നമ്മൾ ഒത്തിരി സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാര്യം ഒത്തിരി വലിയൊരു സ്പേസാണ് ഇത് കൊടുത്തേക്കണത്. അപ്പം ഞങ്ങളിത് ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും ബദ്രി ആദ്യമായിട്ടാണല്ലോ പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു രസമായിരുന്നു. കാര്യം എല്ലാം മിറർ ഗ്ലാസ്സുകളിലും അവനെ തന്നെ കാണുക, റിഫ്ലക്റ്റ് ചെയ്ത് വരിക, ഒത്തിരി ഫോട്ടോസും, അതായത് നമ്മളെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് അത് ഇത്തിരി കൗതുകമുള്ള കാര്യമാണല്ലോ. അപ്പോൾ അതൊക്കെ ശരിക്കും അവൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നേ. ജമ്പിങ് ഇല്ലാത്ത പരിപാടി ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അല്ലേ. അപ്പോൾ നേരെ ആശനോട് കയറുന്നതൊക്കെ ജമ്പിങ്ങിലേക്കാണ് കേട്ടോ. അപ്പോൾ കൂട്ടിന് വേണ്ടി അച്ഛനെ കൂടി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്തും കൂടി കയറാൻ പറഞ്ഞു. പക്ഷേ കയറാത്തത് എത്രയോ നന്നായി തോന്നുന്നു. കാര്യം പിള്ളേർ കളിക്കുന്നുണ്ടൊന്നും ജമ്പ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. കാര്യം ഏട്ടൻ ഇറങ്ങിയപ്പോൾ പറയായിരുന്നു കാര്യം അയ്യോ ശരിക്കും ഫെഡപ്പായി എന്നുള്ളത്. കാര്യം അതിങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ അപ്പും ഡൗൺ ആയിട്ട് ജമ്പ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പം നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഇളകുക എന്നറിയില്ലേ, ആ ഒരു ലെവലായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാലും. പക്ഷേ എങ്കിലും അവൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. പക്ഷേ ഏട്ടൻ എൻജോയ് ചെയ്തു കേട്ടോ. പക്ഷേ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല കേട്ടോ. കാര്യം കിളവിയായല്ലോ, ഈ പറഞ്ഞതുപോലെ പറ്റത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ വെച്ചാൽ മുട്ടുവേദന നടുവേദനയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ജമ്പ് ചെയ്ത പരിപാടികളൊന്നും നടക്കത്തില്ല. പക്ഷെ അവർ നല്ലപോലെ എൻജോയ് ചെയ്തു കേട്ടോ.
ആശാൻ പിന്നെ അത് കഴിഞ്ഞ് അപ്പുറത്തെ ജമ്പിങ്ങിലോട്ട് ചാടി കയറി കേട്ടോ. ജമ്പിങ്ങിൽ അതൊരു പരിപാടിയില്ലെന്ന് പറഞ്ഞാൽ ഇത് പിന്നെ എവിടെയൊക്കെ നമ്മൾ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ജമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ വിടത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഒരു കറങ്ങുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കൈ കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കറക്കിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടത്. അതിലും ഒന്ന് എല്ലാത്തിലും ഒന്ന് തൊട്ട് നോക്കുക സ്പർശിച്ച് നോക്കുക എന്ന് പറയുന്നില്ലേ, അതേപോലെ എല്ലാത്തിലും കൈ കിടത്തുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിള്ളേർ അവരുടെ ഒരു വേറെ തന്നെ ഒരു വേൾഡാണല്ലോ. അത് കഴിഞ്ഞപ്പോൾ 12th തിയേറ്ററായിരുന്നു കേട്ടോ. അതിനകത്തേക്ക് കയറി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ജമ്പിങ് ആയിരുന്നു കേട്ടോ. ടോപ്പിൽ നിന്ന് ജമ്പ് ചെയ്യാൻ ഇച്ചിരി എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഏട്ടാ നല്ല കൂളായിട്ട് ജമ്പ് ചെയ്തു. പിന്നെ ഞാനും ധൈര്യമൊക്കെ സംഭരിച്ച് ജമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയേക്കണത് ഈ റൗണ്ട് ഒരു വലിയ ബലൂൺ ഉണ്ടല്ലോ, അതിൽ കയറിയിട്ടുള്ള സർക്കസ് ഡാൻസ് ആയിരുന്നു കേട്ടോ. അപ്പം എൻ്റെ അടുത്തും ബദ്രിനടുത്തും കയറാൻ പറഞ്ഞിട്ട് ഏട്ടനെങ്കിൽ എസ്കേപ്പ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. പക്ഷെ ഞാനത് സമ്മതിച്ചില്ല കേട്ടോ. കാര്യം ഏട്ടനെയും ബദ്രിക്കുട്ടനെയും കാഴ്ചവിട്ടിട്ട് ഞാൻ പറയുന്ന വീഡിയോ എടുത്തു കേട്ടോ. കാര്യം ഇതൊക്കെയെന്ന് വെച്ചാൽ കാണാൻ നല്ല രസമാണ്. പക്ഷേങ്കിൽ എനിക്കൊക്കെ ഇങ്ങനെ റൗണ്ട് ചെയ്യുന്ന സമയത്ത് തലചുറ്റലും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. പിന്നെ അവനെന്തായാലും എൻജോയ് ചെയ്യണം, പക്ഷെ ഒറ്റയ്ക്ക് അവന് കയറാൻ പറ്റത്തില്ലല്ലോ. അപ്പം അവനും അച്ഛനും കൂടി കയറട്ടെ എന്നുള്ള രീതിയിൽ ഞാനങ്ങ് സ്കൂട്ടായത് കേട്ടോ ശരിക്കും. പക്ഷേ ഇറങ്ങിയപ്പോഴത്തേക്കും ഏട്ടൻ പറഞ്ഞു ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മൾ പറയുന്നത് പോലെയല്ല കേട്ടോ ശരിക്കും. നമുക്ക് പെട്ടെന്ന് നിൽക്കാൻ പറ്റുന്നൊക്കെ തോന്നിക്കഴിഞ്ഞാലും നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. കാര്യം നല്ലോണം റൗണ്ട് ചെയ്ത് വെള്ളത്തിനിടയ്ക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ. പക്ഷേ ഭയങ്കര രസവും, പക്ഷെ നമുക്ക് പുറമേ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അവർ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെയുള്ളത് ഇതിങ്ങനെ നമ്മൾ കയറിങ്ങനെ പിടിച്ചിട്ട് ഈ സ്റ്റെപ്പിൻ്റെ മേലോട്ട് ഓരോ വടികളുടെ മേലെ കൂടി ഇങ്ങനെ നടക്കുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ശരിക്കും സിമ്പിളായിട്ട് തോന്നുമായിരിക്കും, പക്ഷേ അല്ല കേട്ടോ. നമ്മളതിൻ്റെ മേലെ കയറുമ്പോൾ ശരിക്കും ഇങ്ങനെ വിറക്കും കേട്ടോ. അതൊരു നാക്കിൽ പോയിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷേ നാക്കിലതൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സൂപ്പറാണ് കേട്ടോ. ശരിക്കും ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വൈബായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പം നിങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായും ഇതൊക്കെ പേടിയുണ്ടെങ്കിലും പേടിക്ക് മാറ്റി വെച്ച് കയറാൻ നോക്കണം കേട്ടോ. ഭയങ്കര സേഫ്റ്റി ഒക്കെയാണ് കാര്യങ്ങളൊക്കെ, എല്ലാം ഒരു സേഫ്റ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ ആദ്യം ഒരു പേടിയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളത് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ പേടിയൊക്കെ അങ്ങ് പോകും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പണി നടക്കുന്നത് കൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു കാണുമ്പോൾ ഒരു നീറ്റ്നെസ് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ എങ്കിലും അടിപൊളിയാണ് കേട്ടോ, കാണാൻ വേണ്ടി സൂപ്പറാണേ. ഏട്ടൻ അതുപോലെ അങ്ങോട്ട് പോയിട്ട് തിരിച്ച് ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഉള്ളത് നമ്മളെ റോപ്പ് കാറാണ് കേട്ടോ. അതും നല്ല രസമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ മഴയാണ്, പക്ഷെ വേറെ തന്നെ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. മഴയും ഇതേപോലെ നമ്മളിങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടി പോകാമെന്ന് പറയുമ്പോൾ ശരിക്കും ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ശരിക്കും അടിപൊളി വൈബായിരുന്നേ. പിന്നെയുള്ളത് ഇതിൻ്റെ പുറത്തുള്ള സർക്കസ് ആയിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ 3 പേരും ട്രൈ ചെയ്തിട്ട്, ബദ്രീനെ ചെറുതാണ് ഞങ്ങൾ ചെയ്തിട്ടാണെങ്കിലും എനിക്കൊന്നൊരു 5 മിനിറ്റ്സിൽ കൂടുതലൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. കാര്യം അപ്പടെ തന്നെ ആശാൻ നമ്മളെ തലകൊത്ത് താഴത്തേക്ക് ഇടും കേട്ടോ. പിന്നെ ഒരു രസം അത്ര തന്നെ. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ ഇതിനകത്തുണ്ട്, ഡ്രീം ലാൻഡിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത് കുട്ടികളെയും കൊണ്ടൊക്കെ ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടിപൊളിയാണ് ശരിക്കും, നമുക്ക് വേർത്താണ്. പിന്നെ പോകുന്ന സമയത്ത് രാവിലെ തന്നെ പോകാൻ വേണ്ടി ശ്രമിക്കുക. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കറങ്ങാനുള്ള കാഴ്ചകളും ഫുഡും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പം നമുക്ക് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഉച്ച സമയത്തിനൊക്കെ ശേഷം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധിക സമയത്തിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളും നമുക്ക് ഇനിയും എൻ്റെ വീഡിയോയിൽ കൂടി ഞാൻ വരും. മൂന്നാറിൻ്റെ അടുത്ത പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ നമ്മുടെ മൂന്നാർ വിശേഷങ്ങളായിട്ട്, നമ്മൾ അടുത്ത പാട്ടിലെ വിശേഷങ്ങളായിട്ട് കാണാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ.